ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. എൻ്റെ അമ്മച്ചി ഉണ്ടാക്കിയിരുന്ന രീതിയിൽ വെള്ളരിക്ക ചേർത്തുള്ള മോരുകറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ വെള്ളരിക്ക എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഉണ്ടായതാണ്. ഇതിൻ്റെ പകുതിയാണ് ഞാൻ മോരുകറിക്ക് എടുക്കുന്നത്. ഇതിനി തൊലി കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ആദ്യം ഞാൻ വെള്ളരിക്ക വേവിക്കാൻ തുടങ്ങുകയാണ്. അത് ഈ പാത്രത്തിൽ 500 ഗ്രാം വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക് നെടുവേ പിളർന്നത്, 1 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുകയാണ്. ഇത് 1 കപ്പ് വെള്ളമുണ്ട്. ഇപ്പോൾ ഞാനിതിൽ ഉപ്പ് ഇടുന്നില്ല. മോരെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഞാൻ ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം വെള്ളം ഉണ്ടോ എന്ന്. വെള്ളരിക്കയിൽ നിന്നും ധാരാളം വെള്ളം ഇറങ്ങും. വെള്ളരിക്ക പെട്ടെന്ന് വേവുകയും ചെയ്യും. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. വെള്ളരിക്ക വേകുന്ന സമയത്ത് ഞാൻ മോരുകറിക്കുള്ള അരപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിന് ഈ ജാറിൽ 3/4 കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾ, 2 ചെറിയ കാന്തകാരി, 1 ടീസ്പൂൺ ജീരകം, 2 ചുമല ഉള്ളി, ചെറിയ ഉള്ളി, ഇതൊരു വലിയ വെളുത്തുള്ളി പിളർന്നെടുത്തതാണ്, 1 കഷ്ണം ചെറിയ ഇഞ്ചിയും കൂടെ ഇട്ട് അരയ്ക്കുകയാണ്. കാന്തകാരി ഇല്ലെന്നൊരിൽ നിർബന്ധമില്ല, അത് ചേർക്കേണ്ട കാര്യമില്ല. ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നതിന് പകരം കുറച്ച് തൈര് ഒഴിച്ചാണ് അരയ്ക്കുന്നത്. ഒരു 1/2 കപ്പ് തൈര് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 25 മിനിറ്റോളം ഇത് വേകാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റൗ ഇപ്പോൾ ഞാൻ ഓഫ് ആക്കുകയാണ്. ഇനി ഇതിൽ അരപ്പ് ചേർക്കണം. 6 കപ്പ് തൈര് ബ്ലെൻഡറിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. ഇത്രയും തൈര് ചേർക്കണമെന്നില്ല, വെള്ളം കൂടെ ചേർക്കാം. പക്ഷേ ഈ തൈരിന് തീരെ പുളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ 6 കപ്പ് എടുത്തത്. അരപ്പ് ഇതുപോലെ നല്ല ക്രീം പരുവത്തിൽ അരച്ചെടുക്കണം. ഈ അരപ്പ് ഞാൻ തൈരിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് വെള്ളരിക്കയിലേക്ക് ചേർക്കാൻ പോകുന്നത്. അരപ്പും തൈരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇത് ഞാൻ വെള്ളരിക്കയിലേക്ക് ചേർക്കുകയാണ്. ഈ പാത്രം കഴുകി സ്വല്പം വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഒരു 1/2 കപ്പ് വെള്ളമുണ്ട്. മോരുകറി നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇത് ചൂടാകുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. തുടർച്ചയായിട്ട് ഇളക്കണം. ചൂടാക്കുമ്പോൾ തിളച്ചു പോകരുത്. ഒരു സ്റ്റീം പൊങ്ങുന്ന പരുവത്തിൽ സ്റ്റൗ ഓഫാക്കണം. മോരുകറി ചൂടാകാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി. ഇതിൽ നിന്ന് സ്റ്റീം പൊങ്ങി വരുന്നുണ്ട്. ഇത് ഞാൻ സ്റ്റൗവിൽ നിന്നും മാറ്റി കടുക് താളിക്കാൻ പോവുകയാണ്. സാധാരണ ഞാൻ മോര് കാച്ചുമ്പോൾ തണുത്ത് കഴിഞ്ഞിട്ടേ ഞാൻ ഉപ്പ് ചേർക്കാറുള്ളൂ. പക്ഷേ ഈ മോരുകറി സ്റ്റൗവിൽ നിന്നും മാറ്റിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ഇടുകയാണ്.
മോരുകറിക്ക് ആവശ്യത്തിന് ഉപ്പുണ്ട്. ഈ ഉപ്പ് സാവകാശം ഈ കഷ്ണങ്ങളിലേക്കും പിടിച്ചുകൊള്ളും. പിന്നെ വേണമെങ്കിൽ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. മോരുകറിക്ക് കടുക് താളിക്കുന്നതിന് ഈ തവയിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 2 ഉണക്കമുളക് മുറിച്ചത്, 2 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക്. ഇതിൻ്റെ അരി മാറ്റിയതാണ്, കൂടുതൽ എരിവുള്ളത് കൊണ്ട്. ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്. ഈ ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നാട്ടിലെ ഈ കല്യാണങ്ങൾക്കൊക്കെ എടുക്കുന്ന മോര് കാച്ചിയതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അത് ഒരു പ്രാവശ്യം ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അതിൻ്റെ എന്ത് ചേർത്തിട്ടാണ് ഇത്രയും പ്രത്യേകമായ ഒരു ടേസ്റ്റ് ഈ മോര് കാച്ചിയതിന്. അപ്പോൾ അമ്മച്ചി പറഞ്ഞത്, കടുക് താളിക്കുമ്പോൾ അതിൽ ഇഞ്ചിയും പച്ചമുളകും ചേർക്കുന്നത് കൊണ്ടാണെന്ന്. അപ്പോൾ അന്നു മുതൽ ഞാൻ എപ്പോഴും ഏത് പ്ലെയിനായിട്ടുള്ള മോര് കാച്ചിയാലും ഇഞ്ചിയും പച്ചമുളകും ഇതുപോലെ മൂപ്പിച്ച് ചേർക്കാറുണ്ട്. നല്ല ഫ്ലേവറും ഉണ്ട്. ഇഞ്ചിയും പച്ചമുളകും വാടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് ഇഞ്ചി ഗോൾഡൻ കളറാകണ്ട, സ്വല്പം ഒന്ന് വാടിയതിൻ്റെ നിറം ഒന്ന് മാറിയാൽ മതി. ഇനി ഇത് ഞാൻ മോരിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഇത് രുചിയുള്ള മോരുകറിയാണ്. ഈ മോരുകറിയുടെ കൂടെ ചോറിന് ബീഫ് ഉലർത്തിയതോ അല്ലെങ്കിൽ പച്ചമീനോ ഉണക്കമീനോ വറുത്തതാണെന്ന് വരിയിൽ ഊണ് ഗംഭീരം. ഈ റെസിപ്പിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക.